അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പറയൂല. അപ്പൊ ഇന്ന് നോമ്പ് വന്നിട്ട് 4 അപ്പൊ ഇന്നത്തെ നമ്മളെ കുട്ടി വ്ളോഗ് എന്താന്ന് വെച്ചാല് ഇവിടെ ചെറിയൊരു നോമ്പറാണ് കേട്ടോ. കണ്ണൂർക്കാർക്കും മലപ്പുറംകാർക്കും ഉള്ള നോമ്പരയാണ്. വലിയ സംഭവമുള്ള നോമ്പറൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള ഒരു നോമ്പരയാണ്. ചെറിയ രീതിയിലുള്ള ഒരു നോമ്പരയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു വ്ളോഗാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോണത്. ഇവിടെ ഒരാള് പാട്ട് പാടി തിമിർക്കുന്നുണ്ട് ഗൈസ്. ഇതെന്താണ്? ബസ്സിന്റെ ഓണാണ്. പപ്പേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ഇവിടെ ഉസ്മാൻ ഉണ്ട്. വരൂ, ഫ്രെയിമിലേക്ക് വരൂല. ഉസ്മാൻ എനിക്ക് വരാൻ കുറവാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. സംഭവം വേറൊന്നുമില്ല, ഉസ്മാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഫോൺ വാങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ വലിയ രീതിയിലുള്ള നോമ്പറൊന്നുമല്ല കേട്ടോ. അലിയങ്കിയും അതേപോലെ തന്നെ ഉപ്പയും അതേപോലെ തന്നെ ഉസ്മാനും പിന്നെ നമ്മളും ഉള്ളൊരു ചെറിയൊരു നോമ്പറാണ് കേട്ടോ. പിന്നെ മേമന്റെ അയാനുണ്ട് കേട്ടോ. ഹലോ ഗൈസ് പറ. അങ്ങോട്ട് നോക്കിട്ട് ഹലോ ഗൈസ് പറ. ഉറക്കെ പറയ്. ഹലോ ഗൈസ് പറ. നോമ്പുണ്ട്. അയാൾക്ക് നോമ്പുണ്ട്. മറ്റേ മൈക്കില് പറയണതിരെ ഇവിടെ ചെറിയൊരു മൈക്ക് ഉണ്ട് കേട്ടോ. ഉസ്മാൻ വാങ്ങിയിട്ടുള്ള മൈക്കും സ്പീക്കറും. അതിൽ മൂപ്പര് ഇങ്ങനെ ഇടക്കിടക്ക് ഓ എന്നുള്ള സൗണ്ട് മാത്രമേ ഉണ്ടാക്കൂ കേട്ടോ. അപ്പൊ മൂപ്പര് ഇതില് പറഞ്ഞോക്കിയതേ. ഇത് അയാന്റെ സ്പെഷ്യൽ പാട്ടാണ്. മുത്തപ്പം നെയ്യപ്പം അങ്ങോട്ട് നോക്ക്. അയാന് അങ്ങോട്ട് എനിക്ക്. ഹലോ ഗൈസ്, മാമിന്റെ ചാനല്, മാമിന്റെ യൂട്യൂബ് പറയ്. മാമിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയ്. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് തുടങ്ങാൻ പറയും. അപ്പൊ നമുക്ക് തുടങ്ങാൻ പറയും. ഓക്കെ ബൈ പറയും. ബൈ. അപ്പൊ നമ്മള് തുടങ്ങാൻ കേട്ടോ. ഒറ്റ ബൈ നമുക്ക് ലാസ്റ്റ് ഇടാം. 2 വാക്ക് പറയൂ. ഹലോ. അപ്പോ ഇവിടെ നോമ്പ് തറലിന്റെ പരിപാടിയൊക്കെയാണ്. അപ്പൊ ഞാനും അയാനും കൂടി തുഞ്ഞിപ്പാർക്ക് പോണം അല്ലേ? അപ്പം അളിയനും വരുന്നുണ്ട്, അളിയന്റെ ഉപ്പയും വരുന്നുണ്ട്. പിന്നെ ഞാനും അയാനും ജിണ്ടാനും മേമയുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പൊ ബാക്കി വീഡിയോ കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ ചെറുതായിട്ട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ട് വലിയ പരിപാടി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ പോയിട്ട് നോക്കാം. ഒന്നും ആയിട്ടില്ല കേട്ടോ, അതാണ് പറയാൻ വന്നത്. കമോൺ ഗൈസ്. അപ്പൊ നമ്മൾ ചിക്കനും സവാളയൊക്കെ അരിയാൻ വേണ്ടി പോവാണ്. വലുതായിട്ട് ഇവിടെ പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. ഭയങ്കര സ്പെഷ്യൽ എന്താ വെച്ചാൽ നെയ്സ് പത്തിരിയും അതേപോലെ സ്റ്റൂ കറിയും പിന്നെ അതേപോലെ തന്നെ ബീഫ് വരട്ടിയതുമാണ് ഗൈസ്. അതാണ് മെയിൻ. കാരണം പ്യാപ്രമാർക്കൊക്കെ നെയ്സ് പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതുവരെ നെയ്സ് പത്തിരി അമ്മായിയമ്മ ഉണ്ടാക്കാണ്ട് ഇന്നാണ് അമ്മായിയമ്മ നെയ്സ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണത് കേട്ടോ. അപ്പൊ അതവിടെ പണിപ്പുരയിലാണ് കേസ്, പണിപ്പുരയിലാണ്. അതെ, നമ്മളെ നെയ്സ് പത്തിരിന്റെ പരിപാടി പുരോഗമിക്കുന്നുണ്ട് കേസ്. ഈ ഉണ്ട എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റിയേക്കാം. ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പരത്തണല്ലമ്മ. ഇത് കഴിഞ്ഞിട്ട് നൈസായിട്ട് നമ്മളെ കൈ കൊണ്ട് പരത്തണം. അപ്പൊ ഉമ്മ നൈസ് പത്തിരിന്റെ പണിയിൽ തുടങ്ങി കഴിഞ്ഞു. നമ്മള് നൈസ് പത്തിരി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തുക, എന്നിട്ട് എടുക്കുക. ഉമ്മ ഇവിടെ നൈസ് പത്തിരി പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളേക്ക് ഇതാണ് ആകൃതി. ഇതല്ല കേട്ടോ ആകൃതി. ഇതിന് നമ്മള് ചോറ്റുംപാത്രത്തിന്റെ മൂടിയൊക്കെ വെച്ചിട്ട് കറക്റ്റ് റൗണ്ട് ആക്കി എടുക്കും കേട്ടോ. അടുക്കരുത്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളെ നൈസ് പത്തിരിന്റെ പരിപാടി ഇവിടെ പുരോഗമിക്കുകയാണ്. പുതിയ മിക്സി നമ്മൾ ഇട്ടതേനു ഗൈസ്. ഇത് നോക്ക, ഇതിനേക്കാളും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് അരിയുന്നതാണ്. അവിടെ എന്താ വെച്ചേ? അപ്പൊ അങ്ങനെ ഞാൻ കൈ കൊണ്ട് അരിയാൻ വേണ്ടിട്ട് പോവാട്ടോ ഉള്ളി. അപ്പോഴേ നമ്മൾ ഉള്ളി മുറിക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും കൂടിയുള്ള ഉള്ളി ഒരുമിച്ച് മുറിച്ചിട്ട് വാട്ടിയിട്ട് വെക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ ഉള്ളി മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് നേരം വൈകുമെന്ന് കണ്ടപ്പോൾ നമ്മൾ ഓരോന്നിനുള്ള
മസാലകൾ ഉണ്ടാക്കി വെച്ചിട്ടോ. അപ്പോൾ സമൂസേൻ്റെ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കട്ട്ലേറ്റിൻ്റെ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഓൾറെഡി പുഴുങ്ങിയിട്ട് ഉടച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ നൈസ് പത്തിരിക്ക് ബാക്കിയുള്ള പൊടി കുഴച്ചുകൊണ്ട് നിൽക്കുകയാണ്. നേരത്തെ കണ്ടത് കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി കുഴക്കുകയാണ്. അപ്പോൾ ഉള്ളി വേഗം മുറിക്കാം. പിന്നെ നമ്മൾ അടുക്കളയിൽ കുറച്ച് സൗകര്യമൊക്കെ കുറവായതുകൊണ്ട് ഫുള്ള് നിറഞ്ഞ് കിടക്കുകയാണ്. പാത്രം കഴുകാനുള്ളത് അത് അവിടെ ഒരു മൂലയിലുണ്ട്, പിന്നെ ഉണ്ടാക്കാനുള്ളത് ഒരു സൈഡിലുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ആരും കമൻറ്റ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അങ്ങനെ നമ്മളെ അടുക്കള കുറച്ച് കുഞ്ഞി അടുക്കള, വലിയ വിശാലമായ സ്ഥലമൊന്നുമല്ല. അപ്പോൾ അതുമല്ലാണ്ട് ഇവിടെ തന്നെയാണ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വെച്ചത്. അപ്പോൾ നിൽക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഒരാൾ രണ്ടാളാകുമ്പോൾ കുഴപ്പമില്ല, 3-4 ആൾക്കാരാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അങ്ങോട്ടും കൂടെ നടുക്കുമ്പോൾ കൂട്ടിമുട്ടും കേസ്. അപ്പം അങ്ങനെ ഉള്ളി ഇപ്പം നമ്മൾ കുറേയൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മുറിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടിയിലുള്ള ചെമ്പിൽ ഉള്ളിയാണുള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. ഇതിവിടെ ഇതിലുള്ളി ഉണ്ട്. അപ്പോൾ ഉള്ളി മുറിച്ച് ഇതിൽ വെക്കുകയാണ്. പിന്നെ ഉമ്മ ബീഫ് അടിച്ചതേന് മൊത്തം അവിടെ തെറിച്ച്. ബീഫ് അടിച്ചതേനി പെട്ടെന്ന് മൂടി തുറന്നു പോയി ഗൈസ്. സമൂസക്ക് വേണ്ടിയിട്ട് ബീഫ് സമൂസയാണ്. അപ്പോൾ സമൂസക്ക് വേണ്ടിയിട്ട് അടിച്ചപ്പോൾ ജാറിൻ്റെ മൂടി തുറന്നു പോയി പെട്ടെന്ന്. ഫുള്ള് അതൊരു പണിയായി. കുറച്ച് വൃത്തിയാക്കി ബാക്കി ലാസ്റ്റ് വൃത്തിയാക്കാൻ വിചാരിച്ചു. സമൂസൻ്റെ മിക്സ് നിങ്ങൾക്ക് കാണിച്ചാലായിരിച്ചു, പക്ഷെ ഇവിടെ കാണില്ല. ഇവിടെ എടുത്ത് ചവോ. എന്തായാലും കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് ഗൈസ്, നമുക്കത് കഴുകാം. പിന്നെ എങ്ങനെയൊക്കെ ഉമ്മൻ്റെ ബാക്ക് മാത്രം എന്താ കാണുന്നത്? നമുക്ക് ഉമ്മൻ്റെ ഫേസ് കാണിക്കാൻ താല്പര്യമില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ നിർബന്ധിക്കട്ടല്ലോ. അപ്പോൾ പാത്രമൊക്കെ വേഗം കഴുകിയേക്കാം. നിറയുമ്പോൾ കൈ വെച്ചാൽ ഫുള്ളാവില്ല. ഞാൻ പാത്രം കഴുകിയിട്ട് വരാം. സമൂസന്റെ മിക്സ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സമൂസന്റെ മിക്സ്. ഇടയ്ക്കിടയ്ക്ക് മൈക്ക് ഓഫ് ആവുന്നുണ്ട്, അത് ഞാൻ അറിയുന്നില്ലായിരുന്നു കൈ. അതുപോലെ തന്നെ നമ്മളെ കട്ട്ലേറ്റിനുള്ള ഉരുളക്കിഴങ്ങ് നമ്മളിവിടെ ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഉടയ്ക്കാനുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഈസി ട്രിക്കാണ് കേട്ടോ. ഇതൊക്കെ വലിയ സംഭവമായിട്ട് പറയായിരുന്നു, പക്ഷെ അപ്പോഴൊക്കെ മൈക്ക് ഓഫ് ആയിരുന്നു. നമ്മളെ ഈ എണ്ണക്കോരി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മളെ ചൂടുള്ള ഉരുളക്കിഴങ്ങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നടുവൊന്ന് മുറിക്കണം കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആ തോല് ഒഴിവാക്കി കിട്ടും കേട്ടോ. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് വീഡിയോ. അപ്പൊ നിങ്ങൾ അത് പോയി കാണണം എന്നാണ് ഞാൻ ഈ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ പോയി കാണുക കേട്ടോ അത്. അപ്പൊ നമ്മൾ ഇനി ചിക്കൻ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ബീഫ് ഓൾറെഡി ക്രഷ് ചെയ്തുകൊണ്ട് ചെറിയ പണി കിട്ടിയതുകൊണ്ട് ചിക്കൻ നമ്മൾ ശ്രദ്ധാപൂർവം ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയായിരുന്നു. കാരണം ഞാൻ പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ അടിച്ചപ്പോൾ പെട്ടെന്ന് ജാറിൻ്റെ മൂടി തുറന്നു വരാണ്. അപ്പം നമ്മൾ എന്താ പറയുക, പതുക്കെ വളരെ പതുക്കെ മാത്രം ക്രഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയും സമയങ്ങളിൽ തെറിച്ച് കഴിഞ്ഞാൽ വലിയൊരു പണിയാവുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പതുക്കെ ടക്ക് 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 എന്ന് പറഞ്ഞ് മാത്രം ഒന്ന് മിക്സിൻ്റെ ആ ഒരു സ്പീഡ് ബട്ടൺ കറക്കി കൊടുത്തു കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ നല്ല ക്രഷ് ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ എടുക്കുമ്പോൾ മൈക്ക് ഓഫ് ആയതൊന്നും ഞാൻ അറിഞ്ഞില്ല കേസ്. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് കേട്ടോ. അപ്പം ഇനി നമ്മൾ തക്കാളി അരിയാൻ വേണ്ടി പോവാണ്. ബീഫ് ഒലത്തിയതാ, ബീഫ് വരട്ടിയതിന് വേണ്ടിയിട്ട്, വരട്ടാൻ വേണ്ടിയിട്ട് തക്കാളി ഉള്ളി ഞാൻ ഓൾറെഡി അരിഞ്ഞിട്ടുണ്ട്. ഈ തക്കാളി അരിയാം കേസ്. ഞാനിവിടെ ഫുൾ അരിയലാണ് കേസ്. മൊത്തം അരിയൽ പണിയാണ് എനിക്കുള്ളത്. പിന്നെ കുക്കിങ്ങിന് മെയിൻ ആളുണ്ടല്ലോ, അത് മതി. അപ്പം നമുക്കത് വേഗം അരിയാം. അപ്പം ഞാനിത് വേഗം അരിയട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ കേസ് നമ്മൾ ഉന്നക്കായക്ക് വേണ്ടിയിട്ട് പഴം എടുത്തിട്ടുണ്ട്. ഇത് മുറിച്ചിട്ട് നമ്മൾ ആവി കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 3 കഷ്ണമായിട്ട് മുറിക്കാം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് മുറിക്കാം. മുറിച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റാം. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് ഒന്ന് എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ആരും അയ്യേ പറയണ്ട കേട്ടോ. ഇത് നമ്മളെ ജാംബവാന്റെ കാലത്തുള്ള ഇഡ്ഡലി ചെമ്പാണ്. ഇത് നമ്മൾ ഒഴിവാക്കി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഇഡ്ഡലി ചെമ്പൊക്കെ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ഇഡ്ഡലി ചെമ്പാണ്. ഇങ്ങനത്തെ ഇഡ്ഡലി ചെമ്പ് കിട്ടാനില്ല ഗൈസ്. ഇവിടെ 2 ഇഡ്ഡലി ചെമ്പുണ്ട്, പക്ഷേങ്കിൽ എന്നാലും നമ്മൾ ഇത് ഒഴിവാക്കിയിട്ടില്ല. ഇത് അലൂമിനിയത്തിൻ്റെ കേട്ടോ, മറ്റേത് 2 സ്റ്റീലിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇഡ്ഡലീൻ്റെ തട്ടൊക്കെ പോയി. ഇപ്പം ആകെയുള്ള തട്ട് ഇതാണ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള തട്ടാണ് ഗൈസ്. ഇതിൽ വെച്ച് നമുക്ക് ആവി കയറ്റാനൊക്കെ സുഖമാണ്. ബിരിയാണിയൊക്കെ, ഇന്നലത്തെ ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വാഴൻ്റെ ഇല വെച്ചിട്ട് ഇതിലിട്ടാൽ നമുക്ക് ചൂട് കയറ്റാം, ആവി കയറ്റാം. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് മുറിച്ച് വെക്കട്ടെ കേട്ടോ. അതെ, ഓക്കെ.
അത്ര വെള്ളം മതി. പിന്നെ മുകളിലേക്ക് നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. തേയില തീരെടുക്കാം. ഉസ്മാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിന് ചോദിക്കണ്ടേ കേസ്. ഫോൺ ഇവിടെ ഭയങ്കര ബിസിയാണ് ഉസ്മാനിക്ക് അറിയില്ലല്ലോ. ഇത് ഇവിടെ കട്ട് ചെയ്യണ്ടേ? ഉന്നക്കായൊക്കെ മൂസി തന്നെ കേട്ടോ കൂടുതലും വെക്കല്. അപ്പോൾ ഇവിടെയും കട്ട് ചെയ്തിട്ട് ഒരു 3 പീസസ് ആക്കാം. 2, 3. ഇതേപോലെ തന്നെ ബാക്കി. നല്ല മൂർച്ചയുള്ള കത്തിയാണ്. കൈ മുറിഞ്ഞാൽ അതുകൊണ്ട് ഓടേണ്ടി വരും. 2, 3. അങ്ങനെ ബാക്കിയുള്ളത് കൂടി ഞാൻ മുറിക്കട്ടെ കേട്ടോ. നമ്മൾ ഉന്നക്കായക്ക് വേണ്ടിയിട്ടുള്ള പഴം റെഡി ആയിട്ടുണ്ട്. ഇത് മൂടി വെക്കാം. ഇതന്നെ അടുപ്പിലേക്ക് കയറ്റാം. ഇനിയും ഞാൻ ഉള്ളി മുറിക്കാൻ വേണ്ടി പോവാണ്. റൗണ്ട് 2. കേസിരി കുറച്ച് കഞ്ഞി കൊടുക്കാം. ഇതാനേ കഞ്ഞി കുടിക്കാം. കഞ്ഞി കുടിക്കാ പിന്നെ വെക്കുന്നുണ്ട്. ഇനി പാക്കില് പോവേണം. കഞ്ഞി കുടിച്ചിട്ട് പോവേണം. അതിനകത്ത് തരട്ടെ കഞ്ഞി കുറച്ച്. എന്താ എനിക്ക് വിശക്കില്ലേ? കഞ്ഞി കുടിച്ചിട്ട് പോവണ്ടേ? വായി തുറക്ക്. നമ്മളെ തൂട്ടാണ്ട് പോകുന്നത് എന്താണ്? നമ്മളെ തൂട്ടൂലെന്ന് എന്താണ്? അപ്പൊ നമ്മളെ നൈസ് പത്തിരിന്റെ പണി കായ്സ് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉമ്മ ശരിക്കും പറയുകയാണെങ്കിൽ ക്ഷീണിച്ചിട്ടുണ്ട്. കുറെ നൈസ് പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ പരത്താൻ വേണ്ടിയിട്ട്. ഇത് ഇത്രയും വലിയ പണിയാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു കേട്ടോ. പാവന്റെ ഉമ്മ കുറച്ച് കഷ്ടപ്പെട്ട് കതച്ചിട്ട് ഇരുന്നൊക്കെയാണ് കേട്ടോ പരത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും തികയണ്ടേ, അപ്പൊ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം. സാധാരണ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പോലെ അല്ലല്ലോ, എല്ലാവർക്കും വേണ്ടേ, തികയാണ്ടാവാൻ പാടില്ലല്ലോ. അപ്പൊ ഉമ്മ കുറേ നൈസ് പത്തിരി ഇരുന്ന് പരത്തി കേട്ടോ. എനിക്കാണെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇത് നന്നാവില്ല ഞാൻ ചെയ്താൽ, മൊത്തം കോളാവും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് കൈ കടത്താൻ വേണ്ടി പോയില്ല കേട്ടോ. പിന്നെ ദാ ആപ്പ ഇവിടെ ഉണ്ട്, മക്കളപ്പുറം കളിച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ. ടോയ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഫുൾ നിറച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ പിന്നെ മക്കളെ നോക്കി അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ഉന്നക്കായ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അല്ല, ഉന്നക്കായന്റെ പഴം ഇനി അതെടുത്തിട്ട് ഇതിലേക്ക് ആക്കിയിട്ട് കുത്തി ഇതാക്കാം. കുത്തി അരിയിക്ക. നല്ല ടാസ്ക് പരിപാടിയാണ് കേട്ടോ. ഇതിന്റെ ചൂടുള്ള തോല് നമ്മളിത് പൊളിച്ചെടുക്കണം. വേറൊരു കട്ടും കൂടി എടുത്തിട്ടേ ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇത് ചൂടോടെ നമ്മൾ ഉടക്കണം, ഇല്ലെങ്കിൽ ഇത് 5 പൈസക്ക് ഉണ്ടാവില്ല. കാരണം അവ കണ്ടുപിടിച്ചത്. ഞാനിത് ഫുൾ ആക്കട്ടെ കേട്ടോ. ആക്കിയിട്ട് വരാം. ഇനി നമ്മൾ തേങ്ങ ഇടാൻ വേണ്ടി പോവാണ്. തേങ്ങ ചേർന്നതിനേക്കാളും ടാസ്ക് പണി വേറൊന്നുമില്ല ഗൈസ്. നോമ്പ് എടുത്ത് തേങ്ങ ഇടാന്നല്ലോ. അപ്പോൾ ഇത് ഉന്നക്കായന്റെ പണ്ടത്തിനുള്ള തേങ്ങ കേട്ടോ. ഇനി തേങ്ങയും മുട്ടയും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തിടും. ഓക്കെ, ഇവിടെ ഞാൻ ഉന്നക്കായ്ക്കുള്ള സംഭവം കൂട്ട് റെഡിയാക്കുന്നുണ്ട്. ആപ്പന്റെ ഫോണ് മാമ വീഡിയോ എടുക്കാൻ പറയേ. പിന്നെ അത് അവിടെ സ്പൂക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഉന്നക്കായ്ക്കുള്ള ഇത് നമ്മള് തൊലി ഉരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചൂടോടെ ഒന്ന് ഉടക്കാട്ടോ. ഞാൻ എടുക്കുന്നു കേട്ടോ ഉടക്കാന്. നമ്മളിത് ചൂടോടെ തന്നെ വേഗം ഉടക്കാം. അപ്പൊ ഞാൻ ഇത് ഉടച്ചിട്ട് വരാം. അപ്പൊ ആ ഉമ്മയും മൂത്തയും ഇവിടെ ഉന്നക്കായ എന്താ പറയാ റോളല്ല ഉരുട്ടി എടുക്കുകയാണ് കേസ്. ഉരുട്ടി എടുക്കുകയാണ്. ഉമ്മ നൈസ് പത്തിരിന്റെ പണിയിൽ എന്താണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഉമ്മ കുറെ കഷ്ടപ്പെട്ടിട്ടോ. കാരണം ഒരുപാട് നൈസ് പത്തിരി ഉണ്ടായിക്കൊണ്ട് ഉമ്മ ഉണ്ടാക്കുമ്പോൾ മാത്രമേ അത് ശരിയാവുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഉമ്മ അതിന്റെ പണിയിലാണ്. പിന്നെ ഞാൻ കുറച്ച് മിന്റ് ലൈം അടിക്കാൻ വെച്ചിട്ട് മിന്റൊക്കെ എന്താ പറയാ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ബ്രെഡ് ക്രംസ് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. പിന്നെ ഇത് കുറച്ച് പഴം, അത് നമുക്ക് മുട്ട മറിക്കാനാണ് കേട്ടോ ബനാനയും കൂടി ഇട്ടിട്ടുള്ളത്. പിന്നെ കട്ട്ലേറ്റിന്റെ ഇതൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എടുക്കുക, പൊരിക്കുക, ബാങ്ക് കൊടുത്താൽ കഴിക്കുക, അത് മാത്രമേ പരിപാടിയുള്ളൂ.
ഇടയ്ക്കിടയ്ക്ക് മൈക്ക് ഓഫ് ആവുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉന്നക്കായ പൊരിക്കാൻ വേണ്ടിട്ട് പോവാണ്. സമൂസക്ക് ഇതാ ഷീറ്റ് മൂത്ത പരത്തിക്കൊണ്ടിരിക്കുന്നു. ചൂടായിണ്ട്. നമ്മൾ ഉന്നക്കായ ഇടാം. കുറച്ചുകൂടി താഴ്ത്താ കുഴപ്പമില്ലടാ. അപ്പൊ നമ്മളിതാ ഉന്നക്കായ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു ചുവപ്പ് കളറാവുമ്പോൾ നമുക്കിത് കോരിയിട്ട് എടുത്ത് മാറ്റാം. അപ്പൊ നിങ്ങൾ പറയും നിങ്ങളും ചുവപ്പ് കളറാവുമ്പോൾ തന്നെയാണ് എടുത്തിട്ട് മാറ്റിയത്. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഉന്നക്കായ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്നക്കായ അത്യാവശ്യം ഉണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ഉന്നക്കായ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗായ്സ്. അതുകൊണ്ട് നമ്മൾ ഉന്നക്കായ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ മുട്ട മറിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതേ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. وظننت أنا أني بذلك حزت غنى فوجدت أني خاسر فتلك مظاهر لا 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 نحتاج الآن